അങ്ങനെ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ സോഡിയാക്കിൽ കയറി. സോഡിയാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടിലാണ് നമ്മൾ ഇനി കരയ്ക്ക് പോകുന്നത്, അതായത് പെൻഗിനുള്ള സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് സേഫ്റ്റി എല്ലാം നോക്കി. നമുക്ക് സോഡിയാക്കിൽ കണ്ടക്കാൻ മുന്നേ നമുക്കൊരു ബ്രീഫിംഗ് തരും. ശരിക്കും പിടിച്ചിരിക്കണം, ചിലപ്പോൾ തിരമാലകൾ വരുമ്പോൾ വരും, പിന്നെ വെള്ളത്തിന് തെറിക്കും. അപ്പോൾ ചില സമയത്ത് മൊബൈലൊന്നും അല്ലെങ്കിൽ റെക്കോർഡിങ്ങിനൊന്നും സമ്മതിക്കില്ല, കാരണം വെള്ളം തെറിക്കും, നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ സോഡിയാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓൾറെഡി നമ്മൾ പോണൊക്കെ മുന്നേ തന്നെ ടീം ലീഡേഴ്സൊക്കെ പോയി അവിടെ സെറ്റാക്കി എല്ലാം റെഡിയാക്കിയിരിക്കും. അപ്പോൾ നമ്മൾ ക്രൂ ആയതുകൊണ്ട് ഗസ്റ്റ് എല്ലാം പോയതിന് ശേഷമാണ് നമുക്കുള്ള ചാൻസ് വരിക. ഗസ്റ്റ് എല്ലാം പോയി, ഗസ്റ്റ് ഓൾറെഡി കുറെ മുകളിലേക്കൊക്കെ കയറി പോണത് നമുക്ക് കാണാം. ലൈനായിട്ട് ഉറുമ്പരിക്കണ പോലെ ചെറുതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്, കാരണം മലകളുടെ മുകളിൽ മഞ്ഞും ഐസും എല്ലാം. പിന്നെ അതേ പെൻഗിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ആൾക്കാർ പോണതും പെൻഗിനെല്ലാം നമുക്ക് കാണാം. അങ്ങനെ ലാൻഡ് ചെയ്ത് നമ്മുടെ ഷിപ്പ് അത് അകലെ കിടക്കണം. ആ ഷിപ്പ് അവിടെ നിന്നാണ് നമ്മൾ സോഡിയാക്കിൽ ഇതിന്റെ താഴ്വാരത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ മഞ്ഞുമല കയറുകയാണ്. അത് ആദ്യമായിട്ട് കയറുമ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു. മഞ്ഞിൽ ആദ്യമായിട്ടാണ്. അപ്പോ ചവിട്ടുമ്പോ താഴ്ന്നു പോണതും എല്ലാം ഭയങ്കര ത്രില്ലാണ്. പിന്നെ അതേ മുമ്പിലത് പെൻഗിൻ നിൽക്കണു, അവിടെ ഇവിടെയൊക്കെ പെൻഗിൻ നിൽക്കുന്നുണ്ട്. മഞ്ഞുമല ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പൊ നമ്മൾ ആദ്യം കയറുമ്പോ ചെറിയൊരു സ്നോ ഫോൾ ഉണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്യണ പോലെ, പക്ഷെ മഴ പെയ്യാന്ന് പറഞ്ഞാലും ഐസാണ് മേത്തേക്ക് വീഴുന്നത്. നല്ല തണുപ്പാണ്, പക്ഷെ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് തണുപ്പറിയില്ല. പിന്നെ നമ്മളൊരു ത്രില്ലും കൂടി ആകുമ്പോൾ തണുപ്പൊന്നും നമുക്കൊരു വിഷയമല്ല. പെൻഗിനെ നേരിട്ട് കാണുക, പെൻഗിനെ കാണുമ്പോൾ ഭയങ്കര രസമാണ്, നമ്മൾ സ്ഥിരം കാണാത്തത് കൊണ്ടായിരിക്കും. പിന്നെ ഐസിന്റെ ഇടയിൽ കൂടെ സൂര്യൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല രസമാണ്. അവിടെ എക്സ്പെഡിഷൻ ലീഡർമാര് കമ്പ് കുത്തിച്ചിട്ടുണ്ടാവും, മരക്സ് പോലെ. കാരണം അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ ഈ പെൻഗിൻ സഞ്ചരിക്കുന്ന വഴി കൂടെ, അതായത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു വേ ഉണ്ടാവും, അതിൽ കൂടെ കൂടുതലും നടക്കരുതെന്ന് പറയാം. കാരണം നമ്മൾ കാല് കുത്തുമ്പോൾ നമ്മൾ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഐസ് വന്നവരും താന്നു പോകും. അപ്പൊ അത് അവർക്കുള്ള നടക്കാനുള്ള ഒരു ഇതിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അങ്ങനെ പോകരുതെന്ന് പറയും. പിന്നെ നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഗൈഡ് ലൈൻസും കാര്യങ്ങളും. നമ്മൾ മുട്ടുകുത്തി നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പിന്നെ പെൻഗിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, അതൊരു 5 മീറ്റർ അകലെ വേണം നിൽക്കാൻ. പിന്നെ അവരെ ഫെദേഴ്സോ അവിടെ നിന്ന് എന്തെങ്കിലും ഒന്നും കൈപിടിക്കുകയും കൊണ്ടുവരികയൊന്നും ചെയ്യരുത്. ഒരുപാട് അടുത്തേക്ക് പോകരുത്, അവരെ പേടിപ്പിക്കരുത്. അവരെ ഒന്നും ചെയ്യാതെ നമ്മൾ കണ്ട് ആസ്വദിച്ച് പോരാ. അവിടുത്തെ പ്രകൃതിക്ക് ഒരു കോട്ടം മാക്സിമം തട്ടാതിരിക്കാൻ നോക്കുക. ഇത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കുക. ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊന്നുമല്ല എഡിറ്റ് ചെയ്യണത്. എഡിറ്റ് ചെയ്യണത് തന്നെ നമ്മൾ കുറെ നേരം വൈകിട്ടാണ്. എന്നാലും തരക്കേടില്ലാണ്ട് എഡിറ്റ് ചെയ്യണം. ഇതൊക്കെ കുറെ മെമ്മറിയാണ്, നമുക്ക് കിട്ടുന്ന സുന്ദര നിമിഷങ്ങളാണ്. ഇടയ്ക്ക് എൻ്റെ മുഖമൊക്കെ കാണിക്കും. ഒരു രസം, ആൾക്കാരിതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. അന്റാർട്ടിക്കയിലേക്ക് പോവാൻ ഭയങ്കര എക്സ്പെൻസ് കൂടുതലാണ്. ഒരു 99% ആൾക്കാർ വരുന്നത് ഷിപ്പിൽ തന്നെയാണ്. പിന്നെ 1% ഫ്ലൈറ്റിൽ വരുന്നവരുണ്ട്. 2 ദിവസത്തെ യാത്ര ഒഴിവാക്കാം, പക്ഷെ എക്സ്പെൻസ് വീണ്ടും കൂടും. ഫ്ലൈറ്റിൽ വന്നാലും നമുക്ക് ഷിപ്പിന്റെ സഹായത്തോടു കൂടി തന്നെയാണ്
ഓരോ ഐലൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി എക്സ്പെൻസ്. പിന്നെ ഒരേ സമയം ഒരു ഐലൻഡിലോട്ട് അവിടെ കുറച്ച് പെൻഗിൻ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി പോകണം. ഒരേ സമയം ഒരു ഐലൻഡിലോട്ട് 100 പേരെയാണ് അനുവദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് വലിയ ഷിപ്പുകൾക്കും അവിടേക്ക് വരാൻ അനുമതിയില്ല. അവർക്ക് ജസ്റ്റ് സൈഡിൽ കൂടെ കയറി പോവാം. പക്ഷെ എന്നാലും ഇതുപോലെ ലാൻഡിങ്ങിനോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾക്കൊന്നും പെർമിഷൻ ഇല്ല. കുറച്ച് പെൻഗിൻ ഇങ്ങനെ കുളിച്ച് കയറി നിൽക്കണം അവരിങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷിപ്പിന്റെ കപ്പാസിറ്റി മാക്സിമം 150-200 പാസഞ്ചറിന്റെ കപ്പാസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടി ട്രാവലിംഗ് എക്സ്പെൻസ് ആവുന്നത്. കൂടുതലും ഇവിടെ ഞാൻ പെൻഗിനെ കണ്ടത് മഞ്ഞിന്ന് മാറി ആ ഒരു പാറക്കെട്ടിന്റെ ഇടയിലാണ് കൂടുതലും പെൻഗിനുകൾ ഇരിക്കുന്നത്. ഒരു കൂട്ടത്തോടെ ഇരിക്കുന്നത് അവിടെയാണ്. പിന്നെ ഒരു പ്രത്യേക സൗണ്ടും
മഞ്ഞുരുകും. ഇനി അത് കഴിഞ്ഞ് സീസൺ കഴിഞ്ഞാൽ, അതായത് സീസൺ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്താണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സീസൺ എൻഡ് ആവുന്നത് ഏപ്രിൽ കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടുതൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കും. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് ഐസ് പിടിക്കും. അപ്പൊ ഇവിടെ വീണ്ടും ഫുള്ള് മഞ്ഞായിരിക്കും. ഇപ്പൊ മഞ്ഞ് ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മൾ മഞ്ഞുമലയിൽ ഇറങ്ങി സോഡിയക് ക്രൂസ് എന്ന് പറയും. സോഡിയക് ക്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ, മലകളുടെ സൈഡിൽ കൂടിയും അല്ലെങ്കിൽ മഞ്ഞുമലയുടെ സൈഡിൽ കൂടെ ഒക്കെ സോഡിയാക്കിൽ നമ്മളെ കൊണ്ടുപോയി നമുക്ക് സൈറ്റ് സീയിങ്ങിന് പോകുന്ന പോലെ നമ്മളെ കാണിക്കും. അപ്പൊ അതൊരു 10-20 മിനിറ്റ് നമ്മൾക്ക് അങ്ങനെ സോഡിയക് ക്രൂസിന് കൊണ്ടുപോകണം. സോഡിയക് ക്രൂസിന് പോകുമ്പോൾ നമ്മളെ മഞ്ഞുമലയുടെ അടുത്തേക്ക് കൂടെയാണ് പോകുന്നത്, ഐസ്ബർഗ്. അപ്പൊ അതിന്റെ താഴത്തേക്കും ഐസ് ഉണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിട്ടാണ് സോഡിയാക്ക് ഓടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ സോഡിയാക്ക് ഓടിച്ച് നമ്മൾ കയാക്കിങ്ങിന്റെ അടുത്തേക്ക് പോകും. കയാക്കിങ്ങും പിന്നെ മലയുടെ സൈഡില് പാറക്കെട്ടില് ഒരുപാട് പെൻഗിൻ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് സോഡിയാക് ക്രൂസ് കഴിഞ്ഞ ആ ഭാഗങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു ടീം തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ആ ടീമിന്റെ ഹായ് ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. എല്ലാവരും അങ്ങോട്ട് ഇടും ഹായ് എല്ലാം പറയും. ഒരു സോഡിയാക്കില് 10 പ്ലസ് ഒരു ഡ്രൈവറും 5 രണ്ട് സൈഡിലായിട്ടും ആണ് ഇരിക്കുക. അപ്പൊ അത് കറക്റ്റ് ബാലൻസ് ആയിട്ടാണ് പോവുക. എനിക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടിയപ്പോ വീഡിയോ എടുക്കാനൊക്കെ നല്ലൊരു സുഖമായിരുന്നു. കറക്റ്റ് വ്യൂവില് വീഡിയോ ഒക്കെ കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെഡിഷൻ ലീഡർ പറയുന്നുണ്ട്. ഇവിടെ ഇന്നുള്ള ആൾക്കാർ ജീവികളുള്ളതാണ്, ശ്രദ്ധിക്കണം എന്നൊക്കെ. ചിലപ്പോ നമുക്കൊരു വെയിലിനെ കാണാനൊരു വെയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ചിലപ്പോ വെയിലിനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം. വീണ്ടും ഒരു ഐസ്ബർഗിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐസ്ബർഗിന്റെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എക്സ്പെഡിഷൻ ലീഡർ പറയുമ്പോൾ അവിടെ ഒരു സീലിനെ കാണാം. ആ സീല് ശ്രദ്ധിച്ച് കുറച്ച് ദൂരെയാണ്. അതിങ്ങനെ എന്നെ പാറക്കെട്ടിൽ വീടെടുക്കുന്ന സമയത്താണ് അവിടെ സീല് പോകുന്നുണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാവരും അവിടേക്ക് സീലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സീല് കയാക്കിങ് ചെയ്യണവരുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സൈലന്റ് ആയിട്ട് അവിടെ തന്നെ അങ്ങോട്ടൊന്നും തുഴയാതെ നിൽക്കുകയാണ്. അതിനെ ഉപദ്രവിക്കാതെയും
അതും തിരിച്ചുപദ്രവിക്കരുത്. അപ്പൊ അതിനെ ഒന്നും അനങ്ങാണ്ട് നിന്ന് അത് സമാധാനത്തിൽ പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് സോഡിയാക്കില് ഷിപ്പിലോട്ട് പോണ വഴിക്ക് അവർക്ക് വയർലെസ്സിൽ മെസ്സേജ് കിട്ടി അവിടെ വെയിലിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെയിലിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ബാക്കി 3 സോഡിയാക്ക് നിൽക്കുന്നത്. അപ്പം നമുക്കും ഭാഗ്യം ഉണ്ടെങ്കിൽ വെയിലിനെ കാണാൻ പറ്റും. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് കുറച്ച് ദൂരം ഉണ്ട്, എന്നാലും നമുക്ക് വെയിൽ പോണത് കാണാം. അതിന്റെ വാലിങ്ങനെ അതെങ്ങനെ ഉള്ളിലോട്ട് പോയി. പിന്നെ കുറച്ചു നേരം നിന്നു, പക്ഷെ എന്നാലും പിന്നെ വെയിലിനെ കണ്ടില്ല, നേരെ താഴത്തോട്ട് പോയി. അങ്ങനെ നമ്മൾ സോഡിയാക്ക് കയറാൻ ഷിപ്പിൽ 2 ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ അതിലേക്ക് പതുക്കെ അടുപ്പിച്ച് നമ്മൾ ഷിപ്പിലോട്ട് കയറും. അപ്പൊ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓഷ്യൻ എൻഡവർ ആണ് നമ്മുടെ ഷിപ്പ്. ഇൻട്രിപ്പിഡ് എന്ന് പറഞ്ഞ ചാർട്ടറാണ് ക്രൂയിസ് നടത്തുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.